സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയന്തിക്ക് നെക്ലേസ് കൊടുക്കുവാണ്ട് ഐശ്വര്യ ആ നെക്ലേസ് കണ്ട് കണ്ണു മഞ്ഞളിച്ച് നിൽക്കുവാണ് ജയന്തി. അയ്യോ മാഡം, എന്നാലും മാഡം കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറയല്ലോ, ഞാൻ ഇത്രയും വിചാരിച്ചതേ ഇല്ല. ഇതിന് എത്ര രൂപയായിട്ടുണ്ടാവും മാഡം? അല്ല, ഞാനിത് കിട്ടി നടക്കുമ്പോൾ അയൽക്കൂട്ടത്തിലുള്ളൊരു മറ്റുമൊക്കെ ഇതിൻ്റെ വില എത്രയെന്ന് ചോദിക്കുമല്ലോ, അപ്പോൾ അവരോട് പറയാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ഐശ്വര്യ പറയണേ, ഇതിന് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷമോ? ഷോ മാഡം, എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്ത മാഡത്തിന് കോടി പുണ്യം കിട്ടും. ഈ ലോകത്തുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഐശ്വര്യ മാഡത്തിന് തന്നെ കിട്ടട്ടെ. ഞാൻ മാഡം പറയുന്ന എന്ത് വേണമെങ്കിലും അനുസരിച്ചോളാം. അത് കേൾക്കുന്നതും ഐശ്വര്യ പറയണേ, ഇപ്പോൾ എനിക്ക് ജയന്തിയുടെ കയ്യിൽ നിന്നൊരു സഹായം വേണം. എനിക്കറിയാം ജയന്തി എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന്. ഇതിനൊക്കെ പകരമായിട്ട് ജയന്തി എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്താൽ മതി. ഒരാളെ ഒന്ന് കൊല്ലണം. അത് കേൾക്കുന്നതും ജയന്തി ഞെട്ടുക. എന്താ മാഡം പറഞ്ഞത്? കൊല്ലാനോ? ആ അതെ, ഇവിടെ അവധിക്കാലം ആഘോഷിച്ച് സന്തോഷിച്ച് നടക്കുമല്ലോ ഷ്യാമയും മകളും. സത്യം പറഞ്ഞാൽ ഷ്യാമയും മകളും എൻ്റെ ശത്രുക്കളാണ്. അവരെങ്ങനെ എൻ്റെ ശത്രുക്കളായി മാറിയെന്നൊക്കെ വലിയ കഥയാണ്. അതൊന്നും തൽക്കാലം ഇപ്പം പറയുന്നില്ല ഞാൻ. ആ രാധിക, അവളിനി ജീവനോടിരിക്കാൻ പാടില്ല. രാധികയെ ജയന്തി കൊല്ലണം. ഈ മാല മാത്രമൊന്നും ഒതുങ്ങുന്നില്ല കേട്ടോ, ഇതിലും വലിയ വലിയ സമ്മാനങ്ങൾ ജയന്തിയെ കാത്തിരിക്കുന്നുണ്ട്. അയ്യോ മാഡം, എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഈ വാചകോടി മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരാളെ കൊല്ലാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. അതും അത്ര നല്ല കൊച്ചിനെ ഞാൻ ഇങ്ങനെ കൊല്ലാനാ? ജയന്തി ഞാൻ പറയുന്ന ഈ കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം ജയന്തിക്ക് കൂടിയുള്ളതാണ്. ജയന്തിക്ക് ഒരു മൂത്ത മോളില്ലേ, കല്യാണത്തിൻ്റെ പ്രായമായി വരികയല്ലേ ആ കുട്ടിക്ക്. ആ കുട്ടിയുടെ കല്യാണമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ നടത്താനേ. അതിൻ്റെ എല്ലാ ചിലവുകളും ഞാൻ നോക്കിക്കോളാം. ഇത്രയും നാളും ഷാമയുടെ സമ്പാദ്യമൊക്കെ എൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അതെല്ലാം എനിക്ക് നഷ്ടപ്പെടാൻ പോകുവാണ്. എനിക്കെന്ന് പറഞ്ഞാൽ ആ സൗഭാഗ്യമല്ല ഞാൻ ഒറ്റക്കല്ല ആശ്രയിക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളവർക്കും പകുതി നൽകും, എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നതാണ് എൻ്റെ സ്വഭാവം. ഇപ്പോൾ ആ കൂട്ടത്തിൽ ജയന്തി വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ലൊരു തുക ജയന്തിക്കും കിട്ടും. രാധിക ഇനി ഈ ഭൂമിയിൽ വേണ്ട. മാഡം, എന്നാലും എനിക്കെന്തോ ഭയം തോന്നുന്നു. ഈ സമയം ഐശ്വര്യ പറയണേ, ജയന്തി പേടിക്കുന്നുണ്ടെന്നേ. ജയന്തിക്ക് ഒരാപത്തും പറ്റില്ല. ഇതാ ഈ വിഷം കണ്ടോ, രാധികയ്ക്ക് കൊടുക്കുന്ന ഏതെങ്കിലും ഭക്ഷണത്തിലോ ജ്യൂസിലോ എന്തിലെങ്കിലും കലർത്തി അങ്ങ് കൊടുത്താൽ മതി. ആർക്കും ഒരു സംശയം തോന്നില്ല. ജയന്തി ഇതെനിക്ക് വേണ്ടി ചെയ്തു തരും, എനിക്കത് ഉറപ്പാണ്. ഷ്യാമയോടുള്ള സ്നേഹം കാരണം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെങ്ങാനും ഷ്യാമയെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ രാധികയ്ക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് പോകാൻ പോകുന്നത് നീ നിൻ്റെ കുടുംബമായിരിക്കും. അത് ഓർമ്മയുണ്ടാവണം എന്ന് ജയന്തി ചെല്ല്. അങ്ങനെ ടെൻഷനോടും ഭയത്തോടും കൂടി ജയന്തി ആ കുപ്പിയും വാങ്ങി അവിടെ നിന്നും പോകുവാണ്ടോ. ഈ സമയം മാലതി ഐശ്വര്യോട് ചോദിക്കുന്നുണ്ട്, അല്ല ഐശ്വര്യ മാഡം, ജയന്തിയെ നമുക്ക് വിശ്വസിക്കാമോ? അവർക്കിത് ചെയ്യാൻ പറ്റുമോ? അന്നേരം ഐശ്വര്യ പറയണേ, പണത്തിന് മുമ്പിൽ അവൾ വീഴും. അവളെ എങ്ങനെ വീഴ്ത്തണമെന്ന് എനിക്കറിയാം. ജയന്തി നമുക്ക് വേണ്ടി ഇത് ചെയ്യും, ഇല്ലെങ്കിൽ അവളെ കൊണ്ട് ഞാനിത് ചെയ്യിപ്പിക്കും. അങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ്ടോ ഐശ്വര്യ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ പൂജാമുറി തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഷ്യാമിനെയാണ്. ഭഗവാനെ, എൻ്റെ മോളെ കാത്തോളണേ, അവളിപ്പോൾ നല്ല ഉറക്കമായിരിക്കും, അതുകൊണ്ട് ഈ സമയത്ത് ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. അങ്ങനെ പറഞ്ഞ ഭഗവാന് മുന്നിൽ ആ വിഗ്രഹമൊക്കെ ഒരുക്കിയതിനു ശേഷം വിളക്കൊക്കെ കത്തിച്ച് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്നാൽ ഇതേ സമയം രാധിക എണീറ്റിട്ടുണ്ടാകും കേട്ടോ. രാധികയാണെങ്കിൽ പുറത്ത് തുളസിച്ചെടിയൊക്കെ പറിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. എന്നിട്ട് പറയണേ, ഫിദ മാഡത്തിന് കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ നല്ലപോലെ ഒരുക്കി അലങ്കരിക്കുന്നതെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ്. ഇന്ന് രാവിലെ ഫിദ മാഡം എണീക്കുന്നതിന് മുമ്പ് കൃഷ്ണൻ്റെ വിഗ്രഹം ഈ തുളസിയൊക്കെ മാല വെച്ച് അലങ്കരിച്ച് വെക്കണം. ഫിദ മാഡത്തൊന്ന് ഞെട്ടിക്കണം. അങ്ങനെ പറഞ്ഞ് ആ തുളസിയിലെല്ലാം പറിച്ചതിന് ശേഷം രാധിക അകത്തേക്ക് കയറി വരുമായിരിക്കും. ഇതേ സമയം പ്രാർത്ഥന കഴിഞ്ഞ് ഷ്യാമയും പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് വരുന്ന രാധികയെ കാണുന്നത് ഷ്യാമ എങ്ങോട്ട് പോകണമെന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുവാണ്. എന്നിട്ട് പൂജാമുറിയുടെ തന്നെ ഉള്ളിലേക്ക് കയറി അതിൻ്റെ സൈഡിലൊരു ഭാഗത്ത് മറഞ്ഞു നിൽക്കുവാണ് കേട്ടോ. ഈ സമയം പൂജാമുറിയിലെത്തിയ രാധികയാണെങ്കിൽ അവിടെ ഭഗവാന്റെ വിഗ്രഹമൊക്കെ അലങ്കരിച്ചൊരുക്കി വെച്ചിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുവാണ്. അന്നേരം രാധിക പറയണേ, എൻ്റെ കൃഷ്ണ, എനിക്ക് മുമ്പേ ഫിദാമ്മയുടെ ഇവിടെ വന്ന് നിന്നെ ഒരുക്കിയല്ലേ. ഈ കാര്യത്തിലെങ്കിലും ഫിദ മാഡത്തിന് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചതാ, അതും പോയില്ലേ. സാരിയില്ല, എന്നെ സംരക്ഷിക്കുന്ന ഫിദ മാഡത്തിനും ഷ്യാമ മാഡത്തിനൊക്കെ ഒരാപത്തും വരുത്താതെ എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കണേ. അങ്ങനെ രാധിക പ്രാർത്ഥിക്കുന്നതെല്ലാം അവിടെ മറഞ്ഞു നിന്ന് നോക്കുവാണ്ടോ ഷ്യാമയും. അതെല്ലാം കേട്ട് ഷ്യാമയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജയന്തിനെയാണ്. ജയന്തിൻ്റെ മനസ്സിലാണെങ്കിൽ ആകെ വിഷമവും ടെൻഷനും ഭയവും ഒക്കെയാണ് കേട്ടോ. ഐശ്വര്യ പറഞ്ഞ വാക്കുകളാണ് ജയന്തിയുടെ മനസ്സിൽ മുഴുവൻ. അങ്ങനെ അതെല്ലാം ഓർത്ത് ടെൻഷനോടുകൂടി പാലൊക്കെ തിളപ്പിച്ച് ഗ്ലാസ്സിലാക്കുവാണ്. എന്നിട്ട് ഐശ്വര്യ കൊടുത്ത ആവശ്യത്തിൻ്റെ കുപ്പിയുണ്ടല്ലോ, അത് കയ്യിലെടുത്ത് വേണോ വേണ്ടോ എന്നുള്ള മട്ടിൽ ടെൻഷനോടെ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് ആവശ്യം പാലിലേക്ക് ഒഴിക്കുവാണ് കേട്ടോ. ഒരു സ്പൂൺ എടുത്ത് നല്ലപോലെ മിക്സിങ് ചെയ്യുന്നുണ്ട്. ടെൻഷനോട് കൂടിയാണ് ജയന്തി ഇതെല്ലാം ചെയ്യുന്നത്. ഇതേസമയം ഷ്യാമയാണെങ്കിൽ അകത്തെ റൂമിലിരുന്ന് കൃഷ്ണൻ്റെ ഒരു ചെറിയ വിഗ്രഹം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. ഭഗവാനെ, നിറയെ ശത്രുക്കൾക്ക് ചുറ്റുമാണ് എൻ്റെ മോള്, അവളുടെ ജീവന് തന്നെ ആപത്താണ്. എല്ലാ ആപത്തിൽ നിന്നും നീ തന്നെ എൻ്റെ മോളെ രക്ഷിക്കണേ. അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ണനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയുണ്ടോ ഷ്യാമ. ഇതേ സമയത്ത് തന്നെയായിരിക്കും ആ പാൽ ഗ്ലാസ് എടുത്ത് ജയന്തി അവിടെ നിന്നും തിരിഞ്ഞ്
രാധികയുടെ അരികിലേക്ക് പോകാൻ തുടങ്ങുന്നത് പെട്ടെന്ന് ജയന്തിയുടെ കയ്യിൽ നിന്നും ആ പാൽ ഗ്ലാസ് താഴത്തേക്ക് വീണ് പൊട്ടിപ്പോകുവാണ്. ഈ സമയം ശബ്ദം കേട്ട് രാധിക അങ്ങോട്ട് കോടിയിടുന്നു. എന്തു പറ്റി? എന്താ ചേച്ചി? അത് പിന്നെ മോളെ, പെട്ടെന്ന് ഗ്ലാസ് എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായിപ്പോയി. അയ്യോ, അതിനാണോ ചേച്ചി ഇത്ര ടെൻഷനാവുന്നത്? ഇതൊരു നിസ്സാര കാര്യമല്ലേ, മറന്നിട്ട് ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്തോളാം. അന്നേരം ജയന്തി പറഞ്ഞേ, അയ്യോ വേണ്ട മോളെ, മോള് വെക്കോ, ഇത് ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം. അങ്ങനെ പറഞ്ഞ് രാധികയെ പറഞ്ഞു വിട്ട് ആകെ ഭയന്ന് പരിഭ്രമിച്ച് നിൽക്കുവാണ് ജയന്തി. പിന്നീട് കാണിക്കുന്നത് വരുണിനെയാണ് കേട്ടോ. വരുൺ അങ്ങനെ റൂമിൽ കയ്യിലുള്ള താക്കോലൊക്കെ ഇങ്ങനെ കറക്കിക്കൊണ്ട് ഇനി എന്താ താൻ മുന്നോട്ട് ചെയ്യുക എന്ന് ആലോചിച്ച് നിൽക്കുവാണ്. രാധിക എനിക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. എൻ്റെ മുമ്പിലുള്ള ഓരോ വഴികളായിട്ട് അടഞ്ഞു പോകുവാണല്ലോ, എന്താ ഞാൻ ചെയ്യുക? അങ്ങനെ ടെൻഷനോട് കൂടി ആലോചിച്ച് നിൽക്കുമായിരിക്കും വരുൺ. ഈ സമയത്തായിരിക്കും വരുണിൻ്റെ ആ ഒരു കീച്ചേൻ്റെ ഒരു ലോക്കറ്റ് പോലത്തെ സാധനം താഴത്തേക്ക് വീണു പോകുന്നത്. അങ്ങനെ വരുണാണെങ്കിൽ അതെടുക്കാനായിട്ട് കട്ടിലിൻ്റെ അടിയിൽ പരതി നോക്കുവാണ് കേട്ടോ. അങ്ങനെ അത് കിട്ടുവാണ്. ശേഷം വരുൺ കൈ ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴായിരിക്കും ആ ഒരു കീച്ചേൻ്റെ കൂടെ താലിമാലയും വരുണിൻ്റെ കയ്യിലിരിക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് വരുണങ്ങ് സന്തോഷമാകുവാണ്. വരുണാണെങ്കിൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ആ താലി കയ്യിലെടുത്ത് വരുൺ രാധികയുടെ കഴുത്തിൽ താലി കെട്ടി ആ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. താലി, ഞാൻ എൻ്റെ രാധികയുടെ കഴുത്തിൽ കെട്ടിയ താലി അത് അവസാനം എൻ്റെ കയ്യിൽ തന്നെ എത്തിച്ചു തന്നല്ലോ. അങ്ങനെ വരുൺ ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. ഇപ്പം തന്നെ ഈ വരും മുത്തശ്ശി അറിയിക്കണം എന്ന് പറഞ്ഞ് വരുൺ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഓടുവാണ്. ഈ സമയം മുത്തശ്ശിയുടെ ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ട് നിൽക്കുമായിരിക്കും. അങ്ങനെ വരുൺ ഓടി വന്ന് മുത്തശ്ശിയെ പൊക്കിയെടുത്ത് കറക്കുവാണ് കേട്ടോ. എന്താ പറ്റിയത്? എന്താ നിനക്ക് ഇത്ര സന്തോഷം? രാധികയെ കണ്ടെത്തിയോ? രാധികയെ കണ്ടെത്തിയില്ല, പക്ഷേ രാധിക ഇനി എന്നിൽ നിന്നും ആർക്കും പിരിച്ചെടുക്കാൻ പറ്റില്ല. ഇത് കണ്ടോ, ഞാൻ രാധികയുടെ കഴുത്തിൽ കിട്ടിയ താലിയ. ഇത് അവസാനം എൻ്റെ കയ്യിൽ തന്നെ കറങ്ങിത്തിരിഞ്ഞ് വന്നു മുത്തശ്ശി. അന്ന് അച്ഛനെയും അമ്മയും സത്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നേരം എനിക്ക് അവർക്ക് മുമ്പിൽ ഈ താലി കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഇത് എൻ്റെ കയ്യിൽ തന്നെ എത്തി. എടാ, ഇതെങ്ങനെ? ഇതിപ്പം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മുത്തശ്ശി, ഇത് എൻ്റെ റൂമിൻ്റെ കട്ടിൻ്റെ അടിയിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. മുത്തശ്ശി പറയുന്നത് ശരിയാ, ഭഗവാൻ ഒരിക്കലും ഞങ്ങളെ കൈവിട്ടിട്ടില്ല. ഇപ്പം നിനക്ക് വിശ്വാസമില്ലേ? അല്ല, ഇനിയിപ്പോൾ എന്താ നിൻ്റെ പ്ലാൻ? ഇതിപ്പോൾ തന്നെ പരമേശ്വരനെയും പത്മിനെയും കാണിച്ച് അവരെ സത്യങ്ങളെ ബോധ്യപ്പെടുത്താൻ പോകുമല്ലേ? അന്നേരം വരും പറയണേ, തൽക്കാലം ഇതിപ്പോൾ അച്ഛനും അമ്മയും കാണിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവരെ കാണിച്ചാലും അവർ ചിലപ്പോൾ വിശ്വസിച്ചു എന്ന് വരില്ല. ഇത് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് രാധികയുടെ അച്ഛനെയാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് അന്തിമം. കാര്യങ്ങൾ രാധികയുടെ അച്ഛനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കും. ആ ഒരു ഉറപ്പെനിക്കുണ്ട്. എന്താണെങ്കിലും ഇനി സമയം കളയുന്നില്ല. ഭഗവാനായിട്ട് തന്നെ എനിക്ക് തന്ന അവസരം ഇത്. ഞാനിപ്പോൾ തന്നെ ആറ്റുവാശ്ശേരിയിലേക്ക് പോകുക. ശരി മോനെ, നീ ചെല്ല്. അങ്ങനെ വരുൺ സത്യങ്ങളെല്ലാം ദേവനാരായണനെ അറിയിക്കാനായിട്ട് ആറ്റുവാശ്ശേരിയിലേക്ക് പുറപ്പെടുവാണ്. ഇതേ സമയം രാധികയും കുട്ടി ശ്യാമ വഞ്ചിയൊക്കെ തൊഴിഞ്ഞ് പുഴയുടെ നടുക്കിങ്ങനെ എത്തുവാണ് കേട്ടോ. അങ്ങനെ രാധിക ഒത്തിരി സന്തോഷത്തിലാണ്. രാധിക പറഞ്ഞേ, സത്യം പറയാലോ മാഡം, ഇതുപോലെ വഞ്ചിയിലൊക്കെ തൊഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടിയൊക്കെ പോകണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഫിദ മാഡം എനിക്ക് സാധിച്ചു തരുവാണല്ലോ. എന്നാലും എനിക്ക് അത്ഭുതം തോന്നുന്നത് ഫിദ മാഡത്തിന് വഞ്ചിയൊക്കെ തൊഴാൻ അറിയാമെന്ന് കാണുമ്പോഴേക്കും. അന്നേരം ഫിദ പറയണേ, എൻ്റെ മോളുടെ സന്തോഷത്തിന് വേണ്ടി ഇതല്ല ഇതിനപ്പുറം ഞാൻ ചെയ്യും. മോളുടെ സന്തോഷം കാണാനാണ് ഈ അമ്മയുടെ ആഗ്രഹം. അങ്ങനെ രാധിക ഒത്തിരി സന്തോഷത്തോടെ അതെല്ലാം ആസ്വദിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്